ഗാസ സിറ്റിയുടെ 4 കിഴക്കൻ പട്ടണങ്ങളാണ് ഇസ്രായേൽ ടാങ്കുകൾ വളഞ്ഞിരിക്കുന്നത്. ഇതിൽ 3ഇടങ്ങളും പൂർണ്ണമായും ഇടിച്ചു നിരത്തി കഴിഞ്ഞു. 16 ബഹുനില കെട്ടിടങ്ങളാണ് ഇന്നലെ മാത്രം തകർത്തത്. പടിഞ്ഞാറ് നഗരമധ്യത്തിലേക്കാണ് സൈന്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പലസ്തീൻ അഭയാർത്ഥികളിലേറെയും താൽക്കാലികമായി കൂടാരങ്ങളിലും തകർന്ന കെട്ടിടഭാഗങ്ങളുമായി കഴിയുന്നത്. ഓഗസ്റ്റിന് ശേഷം ഏതാണ്ട് 3.5 ലക്ഷം പലസ്തീൻകാർ ഒഴിഞ്ഞുപോയെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഗാസയിൽ ഇതുവരെ 64,871 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 65,000 മുകളിലേക്ക് പോകുന്നു എന്നുള്ള അനൗദ്യോഗിക കണക്കുകൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നു. ഹമാസിനെതിരായ സൈനിക നീക്കം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഗാസയിൽ ജനങ്ങളെ വൻതോതിൽ ഒഴിപ്പിക്കുകയാണ് ഇപ്പോൾ. ഹമാസിൻ്റെ ശേഷിക്കുന്ന ശക്തി കേന്ദ്രങ്ങളിൽ നിർണായകമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ സർക്കാർ പ്രഖ്യാപിച്ചതു മുതൽ ഏകദേശം 10 ലക്ഷം പലസ്തീനികൾ താമസിക്കുന്ന ഗാസ നഗരത്തിലെ ജനങ്ങൾ വലിയൊരു ശതമാനവും ഒഴിഞ്ഞു പോവുകയാണ്. ഗാസ മുനമ്പിൻ്റെ തെക്ക് ഭാഗത്ത് ഇസ്രായേൽ നിശ്ചയിച്ച മാനുഷിക മേഖലയിലേക്ക് പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഗാസ മുനമ്പിൽ ഒരിടവും സുരക്ഷിതമല്ലെന്നാണ് ഗാസ നിവാസികൾ പറയുന്നത്. അതിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കരാക്രമണത്തിന് മുന്നോടിയായി മനുഷ്യകവചമായി ഉപയോഗിക്കുന്നതിനായി ഹമാസ് ബന്ദികളെ ഭൂഗർഭ തുരങ്കത്തിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസ നഗരത്തിൽ ആക്രമണം ശക്തമാക്കിയിരുന്നു. ഹമാസ് ഉപയോഗിച്ചിരുന്ന ഉയർന്ന കെട്ടിടങ്ങൾ ഉൾപ്പെടെ 500-ലധികം സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിച്ചു. ഗാസ തുറമുഖം, തെക്കൻ അൽ റിമാൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ സാധാരണക്കാരോട് ഒഴിഞ്ഞു പോകാൻ ഉത്തരവിടുകയും ഖാൻ യൂനിസ്, അൽ മവാസി എന്നിവയുൾപ്പെടെയുള്ള തെക്കൻ മേഖലയിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം 2,80,000-ലധികം ഗാസ നിവാസികൾ ഇതിനകം ഗാസ നഗരം വിട്ട് പലായനം ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിയുന്നത്ര സാധാരണക്കാരെ സ്ഥലത്ത് നിർത്താൻ ഹമാസ് ശ്രമിക്കുകയാണ്. ഹമാസിനെ ഉന്മൂലനം ചെയ്യുകയെന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിൻ്റെ ഭാഗമായി 10 ലക്ഷത്തോളം പലസ്തീനുകൾ അഭയം പ്രാപിച്ചിരിക്കുന്ന നഗരം പിടിച്ചെടുക്കാൻ പദ്ധതിയിടുന്നതായി ഇസ്രായേൽ പറയുന്നുണ്ട്. വെടിനിർത്തൽ, ബന്ദികളെ മോചിപ്പിക്കൽ, കരാർ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ഹമാസ് നേതാക്കൾ ദോഹയിൽ യോഗം ചേർന്ന സമയത്താണ് ഇസ്രായേൽ ആക്രമണം നടത്തുകയും ചെയ്തത്. അത് ഒരു വശത്ത് നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്ന പശ്ചാത്തലം, ഒരുമിച്ച് നേരിടാമെന്നുള്ള മുന്നറിയിപ്പും ഒപ്പം തന്നെ ഇസ്രായേലിന് മേൽ കടുത്ത ആക്രമണം നടത്താനുള്ള പദ്ധതിയിടുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നു. അതെത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഗാസയിൽ ഹമാസ് ഇപ്പോഴും ബന്ദികളാക്കുന്ന 48 ബന്ദികളെ എങ്ങനെ മോചിപ്പിക്കാമെന്നും തീരദേശ മേഖല പുനർനിർമ്മിക്കാനും എങ്ങനെ കഴിയുമെന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ അമേരിക്ക മുൻകൈയെടുക്കുകയാണ്. അവരിൽ 20 പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇപ്പോൾ ഇസ്രായേൽ സന്ദർശിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ തുടങ്ങി ഇസ്രായേൽ മന്ത്രിസഭയിലെ ഉന്നതരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. യോഗത്തിന് ശേഷം മാർക്കോ റൂബിയോ അടുത്തു നിർത്തിക്കൊണ്ട് തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഖത്തറിലെ ഹമാസ് കേന്ദ്രത്തിലേക്ക് നടത്തിയ ആക്രമണത്തെ വിമർശിച്ചവർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഹമാസിനെ ലക്ഷ്യം വെച്ചുള്ള ഖത്തറിലെ ആക്രമണത്തിൽ ഇസ്രായേലിനെ വിമർശിക്കുന്നതിൽ വൻ കാപട്യമുണ്ടെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെക്കുന്നു. ഒക്ടോബർ മാസം ഉണ്ടായിട്ടുള്ള ആ ആക്രമണത്തിന് ശേഷം അംഗീകരിച്ച ഐക്യരാഷ്ട്രസഭാ പ്രമേയം പ്രകാരം ഒരു രാജ്യത്തിനും തീവ്രവാദികളെ വളർത്താൻ കഴിയില്ലെന്ന് നെതന്യാഹു ചൂണ്ടിക്കാട്ടുന്നു. നിങ്ങൾക്ക് ഒളിക്കാം, നിങ്ങൾക്ക് ഓടാം, പക്ഷേ ഞങ്ങൾ നിങ്ങളെ പിടികൂടും. അത് എവിടെ വന്നായാലും പിടികൂടും, കൊലപ്പെടുത്തിയിരിക്കും. നെതന്യാഹു ഭീഷണി മുഴക്കുന്നതാണ് ഈ വാക്കുകൾ. ഭീകരർക്ക് സ്ഥലമൊരുക്കുമ്പോൾ പരമാധികാരമില്ലാതാകുമെന്ന് നെതന്യാഹു പറയുന്നു. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയെ ഒപ്പം നിർത്തിക്കൊണ്ടായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഈ പരാമർശമെന്നതും ശ്രദ്ധേയമാണ്. ഗാസയിൽ തകർക്കപ്പെടുന്ന ബഹുനില കെട്ടിടങ്ങൾ ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണെന്ന് നെതന്യാഹുവിൻ്റെ വിശദീകരണം. അതേസമയം US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഇസ്രായേൽ സന്ദർശനത്തിനിടെ ഗാസയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇന്ന് പുലർച്ചെയുണ്ടായ ഷെല്ലാക്രമണത്തിലും വെടിവെപ്പിലുമായി ഏകദേശം 53-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി വീടുകളും കെട്ടിടങ്ങളും തകർന്നു. ഗാസയിലെ 30ഓളം കെട്ടിടങ്ങൾ ബോംബിങ്ങിൽ തകർന്നതായാണ് വിവരം. ഓഗസ്റ്റിന് ശേഷം ഏകദേശം 13,000 അഭയാർത്ഥി കൂടാരങ്ങളും ഗാസ സിറ്റിയിലെ 1,600 പാർപ്പിടങ്ങളും ഇസ്രായേൽ തകർത്തതായാണ് ഗാസ അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും യുദ്ധത്തിനൊരു സമവായമുണ്ടാകാനുള്ള ശ്രമം ഇപ്പോഴും അന്യം നിന്ന് പോവുകയാണ്. ഖത്തർ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് ഇനി സ്വീകരിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ഇതിന് മധ്യസ്ഥ ചർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ചത് ഖത്തർ തന്നെ ആയതുകൊണ്ട് തന്നെ അവർ ഇനി എന്ത് നിലപാട് ഇക്കാര്യത്തിൽ അറിയിക്കും. ഒപ്പം തന്നെ ഇപ്പോൾ നെതന്യാഹുവിൻ്റെ വാക്കുകളിലൂടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു തരത്തിലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കില്ല, അതിൻ്റെ വേരർത്ഥത്തിന് ശേഷം മാത്രമേ തങ്ങൾ പിന്നോട്ട് പോകൂ എന്നുള്ളതാണ്. അത് മുൻകാലങ്ങളിൽ അവർ ഉയർത്തിപ്പിടിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്. അതിലൂടെ വ്യക്തമാകുന്ന ഒരു കാര്യം,
ഏതെങ്കിലും തരത്തിൽ ഹമാസിനെ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ ഇനിയും സംരക്ഷണം ഒരുക്കിയാൽ അവർക്ക് കൂടി കനത്ത തിരിച്ചടി നൽകാൻ തങ്ങൾ തയ്യാറാകുമെന്നുള്ള ഉറച്ച നിലപാട് കൂടി അറിയിക്കുകയാണ് മാർക്കോ റൂബിയെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്.